ഹായ് ഓൾ, എല്ലാവർക്കും അമേഞ്ചാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഇന്ന് വന്നിട്ടുള്ളത് പതിവ് പോലെ തന്നെ നമുക്ക് ഡെയിലി ലൈഫിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. കൂട്ടത്തിൽ ഹൈപ്പ് എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. പൊട്ടു സമയം കളയാതെ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം. ഞാൻ ഈ കാണിച്ചിട്ടുള്ളത് വാഷിംഗ് മെഷീൻ്റെ ഡോറിലുള്ള ഗ്ലാസ് ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ ആ ഒരു ഗ്ലാസ്സിൽ നല്ലപോലെ അഴുക്കൊക്കെ പറ്റി കളറൊക്കെ മങ്ങാറുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ₹1 ക്ലിനിക് പ്ലസിൻ്റെ ഷാമ്പു കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു മിക്സാണ് കേട്ടോ ഞാൻ ആ ഡോറിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ നാക്കി കൊടുത്തതിന് ശേഷം ഉണങ്ങിയ തുണി വെച്ചിട്ട് നമ്മളൊന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ ഇത് നല്ല പോലെ നമുക്ക് ക്ലീനായിട്ട് കിട്ടും. ഞാൻ ഈ ഡോറിൻ്റെ മുകൾ വശത്ത് കുറച്ച് ഷാമ്പൂ മിക്സ് ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലപോലെ ഡ്രൈ ആയിട്ടുള്ള ഒരു കോട്ടൻ്റെ തുണിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി. അപ്പോൾ തന്നെ നമുക്കിത് നല്ലപോലെ ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. 1-2 തവണ ഞാൻ ആ ഒരു തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഡ്രൈ ആയിട്ടുള്ള തുണി വെച്ചിട്ടാട്ടോ തുടച്ചിട്ടുള്ളത്. ഇപ്പോൾ ഗ്ലാസ് നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട്. ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. നമ്മുടെ മിക്സിയുടെ ജാറൊക്കെ കമത്തി വെച്ച് കഴിഞ്ഞാൽ പൂക്കാറുണ്ട് അല്ലേ. അപ്പോൾ അത് നമ്മൾ ആ ഒരു മിക്സി ജാറിനുള്ളിലുള്ള വെള്ളം ഡ്രൈ ആകാതെ കമത്തി വെച്ചത് കൊണ്ടാണ് കേട്ടോ അത് പൂക്കുന്നത്. ഇനി അതല്ല, നമ്മൾ മസാലകളൊക്കെ പൊടിക്കുന്ന സമയത്തും ഈ മിക്സി ജാറിൽ ഒട്ടും വെള്ളത്തിൻ്റെ അംശമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇതുപോലെ വെള്ളത്തിൻ്റെ അംശം ത്തോടു കൂടിയാണ് നമ്മൾ മസാലകൾ പൊടിച്ചെടുക്കുന്നത് വെച്ചാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ആ മസാല പൗഡറുകൾ കേടുവരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ മസാലയൊക്കെ പൊടിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ മിക്സി ജാർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡ്രൈ ആക്കി എടുക്കാനുള്ളൊരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ അതാ എനിക്ക് ഒരു ജാറിൻ്റെ സൈഡുകളിലൊന്നും വെള്ളമില്ല, പക്ഷേ ആ ഒരു ബ്ലേഡിൻ്റെ താഴെയായിട്ട് വെള്ളമുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റൗ ഒന്ന് ഓണാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം കൈ വെച്ചിട്ട് കുറച്ച് സമയം ഞാൻ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ കുറച്ച് സമയം നമ്മളൊന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ നല്ല പോലെ നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടും. ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം വേണം കേട്ടോ ഈ ഒരു ടിപ്പ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈയൊക്കെ പൊള്ളാതിരിക്കാൻ നല്ലപോലെ ശ്രദ്ധിക്കുകയും വേണം. അപ്പം ഞാനിത് കുറഞ്ഞ സമയം മാത്രമേ ഞാൻ സ്റ്റൗ ഓണാക്കിയതിന് ശേഷം ഇതേപോലെ കാണിച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും എനിക്ക് മിക്സിയുടെ ജാറൊക്കെ നല്ല പോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എനിക്ക് നല്ല പോലെ അത് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ഡ്രൈ ആക്കിയതിന് ശേഷമാണ് നമ്മൾ മസാലകളൊക്കെ പൊടിച്ചെടുക്കുന്നത് വെച്ചാൽ ഒരുപാട് നാൾ നമുക്ക് മസാലകളൊക്കെ കേടുവരാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. തേങ്ങയൊക്കെ പൊതിക്കുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ നമുക്ക് ഈ ഒരു ഷേപ്പിൽ പൊട്ടി കിട്ടാറുണ്ട് അല്ലേ. ഇത് നമ്മൾ നിസ്സാരമാക്കി കളയാറാണ് പതിവ്. എന്നാൽ ഇത് വെച്ചിട്ട് കിച്ചണിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഉപയോഗം ഉണ്ട് കേട്ടോ. നമ്മുടെയൊക്കെ കിച്ചണിൽ ചൂടുള്ള പാത്രങ്ങളൊക്കെ വാങ്ങി വെക്കാനായിട്ട് നമ്മൾ ഇന്നത്തെ കാലത്ത് സ്റ്റീൽ വളയം യൂസ് ചെയ്യാറുണ്ട് അല്ലേ. ഇതുപോലെയുള്ള സ്റ്റീലിൻ്റെ വട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇതിന് പകരമായിട്ട് നമുക്ക് ഈ ഒരു ചിരട്ട, ഈ ഒരു ഷേപ്പിൽ പൊട്ടിയിട്ടുള്ള ചിരട്ട നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഞാനത് വെച്ചതിന് ശേഷം അതിന് മുകളിലാണ് കേട്ടോ ഈ ഒരു കലം വെച്ചിട്ടുള്ളത്. നല്ല പോലെ തന്നെ അത് പെർഫെക്റ്റായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ആ ഒരു വട്ടിൻ്റെ ഉപയോഗം അതേ പെർഫെക്ഷനോട് കൂടി തന്നെ നമുക്ക് ഈ ഒരു ചിരട്ട വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതിനായിട്ട് നമ്മൾ കാശ് മുടക്കുകയും വേണ്ട. അപ്പോൾ ഈ ഒരു ടിപ്പും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്. ചിരട്ടയൊക്കെ ഉള്ളവർ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയിട്ടുള്ള കമൻറ്റ് ഫീഡ്ബാക്കിലൂടെ അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് കംഫർട്ടാണ് കേട്ടോ. ഇത് സാധാരണയായിട്ട് നമ്മൾ തുണികളിലൊക്കെ സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. എന്നാൽ ഇത് അതിന് മാത്രമല്ല, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഉപയോഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് കയറി നോക്കി വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് ഞാൻ ഈ ഒരു കംഫർട്ടിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാനിതൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കംഫർട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനത് ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് കംഫർട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഒഴിവാക്കിയിട്ടുള്ളൊരു പാത്രമാണ് കേട്ടോ. ഇതിൻ്റെ ഒരു സ്മെല്ല് നമുക്ക് പോയി കിട്ടാനായിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കാത്ത പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഇത്രയും കംഫർട്ടാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു വെളിച്ചെണ്ണയും കംഫർട്ടും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് 1 സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കംഫർട്ടും ഓയിലും ചേർത്തിട്ടുള്ള മിക്സ് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ അത്യാവശ്യമായിട്ടുള്ള 3 കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും.
ഒത്തിരി സമയം ചിലവാകുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഈ ഒരു മിക്സി വെച്ചിട്ട് നമ്മളത് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് നല്ല പോലെ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് ഈ ഒരു മിക്സ് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിത് ആദ്യം വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഷൂ ആണ് കേട്ടോ. മക്കളുടെ സ്കൂൾ ഷൂ ഒക്കെ നമ്മൾ എന്നും ഒന്നും കഴുകാറില്ല, പകരം നമ്മൾ തുടച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ അതുപോലെ തന്നെ ഷൂ ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പെട്ടെന്നൊക്കെ പോകാനെടുക്കുന്ന സമയത്ത് ഡസ്റ്റൊക്കെ ആയിട്ട് അതിൻ്റെ കളറൊക്കെ മങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല പോലെ പോളിഷ് ചെയ്ത പോലെ നമുക്ക് ആക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി അതിനായിട്ട് ഞാനതാ നല്ല ഒരു കോട്ടൺ ടവലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള ഒരു കംഫർട്ടിൻ്റെയും ഓയിലിൻ്റെയും മിക്സ് ഉണ്ടല്ലോ, അത് ഈ ഒരു ടവലിലേക്ക് കുറച്ചൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വലിയ ടവലായതുകൊണ്ട് ഞാൻ ആ ഒരു ടവലിൻ്റെ ഒരു ഭാഗത്തേക്ക് മാത്രമാണ് കേട്ടോ ആക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുഞ്ഞ് ടവലുണ്ടെങ്കിൽ നിങ്ങൾ അതന്നെ യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ ആ ഒരു ടവലിൻ്റെ ഒരു കോർണറിലായിട്ട് കുറച്ച് മിക്സ് ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ടവലിൻ്റെ ഭാഗം അത്യാവശ്യം നനഞ്ഞ് കിട്ടും. അതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്യാൻ എടുക്കുന്ന ഷൂവ് എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുക. ഇതേപോലെ തുടക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ല പോലെ ഗ്ലേസിങ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ സ്കൂൾ ഷൂ ഒക്കെ ഉണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ തന്നെയാണ്. അതുപോലെ തന്നെ പോളിഷ് ചെയ്ത പോലെ നല്ല പോലെ നമുക്ക് ഗ്ലേസിങ് ആയിട്ട് കിട്ടും. ഇപ്പോൾ ഒരു ഷൂ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഞാൻ തുടച്ചെടുത്ത ഷൂ ആണ് ഇത്, ഞാൻ തുടക്കാത്ത ഷൂ ആണ്. ഇത് രണ്ടും തമ്മിലുള്ള മാറ്റം ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒന്ന് നല്ലപോലെ ക്ലിയർ ആയിട്ടുണ്ട്, മറ്റേതിന് നല്ലപോലെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ഷൂ ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ഷൂ ഇതേപോലെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് നമുക്കത് കളറായിട്ട് കിട്ടും കേട്ടോ. ചളിയൊക്കെ ഉണ്ടെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി നല്ലപോലെ ഗ്ലേസിങ് ആയിട്ട് കിട്ടും. നമുക്ക് കഴുകാനൊക്കെ സമയമില്ലാതിരിക്കുമ്പോഴൊക്കെ നമുക്ക് ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ 2 ഷൂവും തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ തുടച്ചതിന് ശേഷമുള്ളൊരു ലുക്കാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. നല്ല പോലെ എനിക്ക് കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഷൂ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. ഇതേ രീതിയിലാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് വെച്ചാൽ വലിയ ആളുകളൊന്നും ഇതിനായിട്ട് മുതിരേണ്ട ആവശ്യമൊന്നുമില്ല. കുഞ്ഞു മക്കളായാലും അവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പ് തന്നെയാണ് കേട്ടോ. അത് സ്കൂൾ 1ലോ 2ലൊക്കെ പഠിക്കുന്ന മക്കൾ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ടിപ്പാണ്. എൻ്റെ വീട്ടിൽ മോനാണ് കേട്ടോ അവൻ്റെ ഷൂ ഒക്കെ ഇതേ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാറുള്ളത്. ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. നമ്മുടെയൊക്കെ ബാത്റൂമിനൊക്കെ നമ്മൾ ഇതേപോലെ ഫൈബർ ഡോർ വെച്ചവരുണ്ടാവും. അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ ഇതിൽ സോപ്പിൻ്റെയും എണ്ണയുടെയൊക്കെ കറ പിടിച്ചിട്ട് ഇതേപോലെ വൃത്തികേടാവാറുണ്ട് അല്ലേ. അതും നമ്മൾ സോപ്പും ചണ്ടിയൊക്കെ ഇട്ടിട്ട് ഉരക്കുകയാണെങ്കിൽ ഒരുപാട് സമയം നമ്മൾ ഉരച്ചെടുക്കാനായിട്ട് വരും. എന്നാൽ ഈ ഒരു മിക്സ് വെച്ചിട്ട് നമ്മളത് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് ക്ലീൻ ആക്കി കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ആ ഒരു ഉപ്പ് കറ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഡോറിൽ, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അതെല്ലാം ഞാൻ ഇതേപോലെ ഒരു കുഞ്ഞു കോട്ടൺ തുണി ആ ഒരു മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ കറിയുള്ള ഭാഗത്തൊന്ന് ഉരച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് മോനാണ് കേട്ടോ, ഈ ഒരു ഭാഗം എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള മോനാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ക്ലീൻ ചെയ്യുന്ന ഭാഗവും തമ്മിലുള്ള മാറ്റം. ആ ഒരു കറിയൊക്കെ നന്നായിട്ട് തന്നെ നമുക്ക് പോയി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി ഇതേപോലെ ഉപ്പുകറയും അതല്ലെങ്കിൽ സോപ്പൊക്കെ പിടിച്ച് കളറൊക്കെ മങ്ങിയിട്ടുള്ള ഡോറുണ്ടെങ്കിൽ നിങ്ങൾ ഇതേ രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്, ഒരിച്ച് നമ്മുടെ കയ്യോ ഒന്നും വേദനിക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ക്ലീനിങ് ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഭാഗമൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഈ ഒരു ഭാഗത്തെല്ലാം നന്നായിട്ട് തന്നെ എനിക്കൊരു കറയുണ്ടായിരുന്നു, അതെല്ലാം എനിക്ക് പോയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഈ ഒരു മിക്സിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കർപ്പൂരമാണ്. 2 കർപ്പൂരം നന്നായിട്ട് പൊടിച്ചു കൊടുത്തതിന് ശേഷം അത് ആ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ സ്പൂണ് വെച്ചിട്ട് അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മിക്സ് വെച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള മരത്തിൻ്റെ ഡോറ്, അതുപോലെ തന്നെ അലമാരകൾ, കളർ മങ്ങിയിട്ടുള്ള ജനലിൻ്റെ കട്ടിലുകൾ, ഇതെല്ലാം നമുക്ക് ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാനിത് വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്നത് പുറത്തെ ഡോറാണ് കേട്ടോ. ഈ ഡോറിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നന്നായിട്ട് അഴുക്കുണ്ട്. ആ അഴുക്കുള്ള ഭാഗത്ത് ആ ഒരു ഡിപ്പിലൊന്ന് മുക്കിയതിന് ശേഷം ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ തുടക്കാത്ത ഭാഗം തമ്മിലുള്ള മാറ്റം നിങ്ങൾക്ക് ലൈവായിട്ട് കാണുന്നുണ്ടാവും. പിന്നെ നമ്മൾ കർപ്പൂരമൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ അതിൽ പ്രാണികളുടെ ശല്യമോ അതല്ലെങ്കിൽ ചെറുതായിട്ട് ഹോൾസൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ പ്രാണികൾ. അപ്പോൾ ആ ഒരു ശല്യമൊന്നും നമുക്ക് ഉണ്ടാവുകയില്ല. നമ്മുടെ ഡോറ് ക്ലീനായിട്ട് ഇരിക്കുകയും ചെയ്യും. കർപ്പൂരമൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ചെറുതായിട്ടുള്ള ഈ ഒരു ഹോൾസ് വരലുണ്ടല്ലോ ഡോറിൽ, ആ ഒരു പ്രോബ്ലം ഒന്നും നമുക്ക് ഉണ്ടാവില്ല. മാത്രമല്ല ചെതലിൻ്റെ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. വളരെ കുറഞ്ഞ സമയം മതി നമുക്ക് ഈ ഒരു മിക്സി റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സൈഡ് മുഴുവനായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആ തുടച്ച ഭാഗം നല്ല പോലെ നമുക്ക് ഗ്ലേസിങ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്.
ഞാൻ ഡോറിൻ്റെ 2 പോർഷനാണുള്ളത്, മുകൾ ഭാഗവും അടിഭാഗം കേട്ടോ. മുകൾ ഭാഗം മുഴുവനായിട്ട് ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട്. തുടച്ചെടുത്ത ഭാഗമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. നല്ല പോലെ നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അഴുക്കൊക്കെ പോയി നല്ലൊരു ഗ്ലേസിങ് ആയിട്ട് പോളിഷ് ചെയ്ത പോലെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇതിനോടൊപ്പം തന്നെ ഞാൻ ഈ ഒരു മിക്സ് വെച്ചിട്ട് ക്ലീൻ ചെയ്യാത്ത ഭാഗമാണ് കേട്ടോ കാണിക്കുന്നത്. രണ്ടും തമ്മിലുള്ള മാറ്റം നോക്കി നന്നായിട്ട് തന്നെ എനിക്ക് ആ തുടച്ചെടുത്ത ഭാഗം ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കംഫർട്ട് തുണിയിൽ മുക്കാൻ മാത്രമല്ല, നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഉപയോഗങ്ങളാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഇന്നത്തെ ഈ ഒരു ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോസുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.